മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കരുവാരക്കുണ്ട് മണിക്കാനാംപറമ്പിൽ ജെറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിന് യുവാവിനെതിരെ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവാവ് പിടിയിലായത്. ഇത്തരം തമാശകൾ കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. നിർണായക നീക്കങ്ങളാണ് വനംവകുപ്പ് നടത്തിയത്. അങ്ങനെയാണ് വ്യാജൻ തെളിഞ്ഞത്. ദൃശ്യങ്ങൾ പകർത്തിയെന്ന് അവകാശപ്പെട്ട ജെറിൻ അത് വ്യാജമെന്ന് സമ്മതിച്ച് മൊഴി നൽകി. ബുധനാഴ്ച രാവിലെയാണ് വാർത്താ ചാനലുകളിൽ യുവാവ് കടുവയെ കണ്ടു, ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ കരുവാരക്കുണ്ട് പ്രദേശം ഉൾപ്പെടുന്ന നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് DFO ജി ധനിക് ലാൽ വൈകുന്നേരത്തോടെ കരുവാരക്കുണ്ടിലെത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്ന് അവകാശപ്പെട്ട ജെറിനെ നേരിൽ കണ്ടു. 3 വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണിത് എന്ന് യുവാവ് DFOയോട് സമ്മതിക്കുകയായിരുന്നു. ഇതോടെയാണ് വനംവകുപ്പ് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയത്. ജനങ്ങളിൽ ഭീതി പടർത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ജെറിൻ സമ്മതിച്ചു. നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിലും ഭീതിയിലാക്കിയതിനും ജെറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപം കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്ന് ജെറിൻ അവകാശപ്പെട്ടിരുന്നു. സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവമെന്നും വന്യമൃഗശല്യമുള്ളതിനാൽ ജീപ്പിന്റെ ചില്ലുകളെല്ലാം കവർ ചെയ്തായിരുന്നു യാത്രയെന്നും യുവാവ് പറഞ്ഞിരുന്നു. കടുവ ആക്രമിക്കുന്നില്ലെന്ന് കണ്ടതോടെ വാഹനം നിർത്തി ജീപ്പിന്റെ ഗ്ലാസ് തുറന്ന് ഇവർ കടുവയുടെ ദൃശ്യം പകർത്തുകയായിരുന്നുവെന്നാണ് ജെറിൻ പറഞ്ഞത്. കടുവയെ കണ്ട സ്ഥലത്ത് ആളുകളൊന്നും താമസിക്കുന്നില്ല. കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ സൂം ചെയ്താണ് വീഡിയോ പകർത്തിയതെന്നും ജെറിൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ജെറിൻ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. 3 വർഷം മുമ്പ് യൂട്യൂബിൽ വന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച ജെറിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിൽ കണ്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു. വാർത്ത പ്രചരിച്ചതോടെ വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ പോലും കണ്ടെത്താനായിരുന്നില്ല. CCTV ദൃശ്യങ്ങളിലും കടുവയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടെ കടുവയെ കണ്ടെന്നും വീഡിയോ പകർത്തിയെന്നും പറഞ്ഞ ജെറിനിൽ നിന്ന് വനംവകുപ്പ് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ജെറിൻ സമ്മതിച്ചത്. ആദ്യ വാച്ചർമാരടക്കം ചോദിച്ചപ്പോൾ ജെറിൻ നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചോദിച്ചപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. എന്തായാലും ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ജെറിൻ പങ്കുവച്ചത്. മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത വന്നതാണ്. ജനങ്ങളെ ആശങ്കപ്പെടുത്തിയതിനാണ് ഇത്തരത്തിൽ ജെറിനെതിരെ കേസെടുത്തിരിക്കുന്നത്.